ഇന്ത്യൻ നാവികസേനയുടെ നാലാമത്തെ സർവേ വെസൽ ലാർജായ INS സംശോധക് കൊച്ചിയിലെ നേവൽ കമാൻഡിന്റെ ഭാഗമായി. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ കപ്പലിന്റെ വരവ് ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകും. ഇന്ത്യൻ നാവികസേനയുടെ നാലാമത്തെ സർവേ വെസൽ ലാർജായ INS സംശോധക് ഹോം പാർട്ടായ കൊച്ചിയിലെത്തി. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ കപ്പൽ 3 അത്യാധുനിക നാവിക പ്ലാറ്റ്ഫോമുകളുടെ ചരിത്രപരമായ കമ്മീഷനിംഗ് ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജൂൺ 21-ന് കൊൽക്കത്തയിൽ വെച്ചാണ് ഇന്ത്യൻ നാവികസേന ഭാഗമാക്കിയത്. ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് സദേൺ നേവൽ കമാൻഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷണൽ നിയന്ത്രണത്തിൽ വരുന്ന INS ഇക്ഷകിന് ശേഷമുള്ള രണ്ടാമത്തെ സർവേ വെസൽ ലാർജാണ് INS സംശോധക്. കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കപ്പൽ വിശാഖപട്ടണം, ചെന്നൈ എന്നീ തുറമുഖങ്ങൾ സന്ദർശിച്ചിരുന്നു. കൊച്ചിയിലെത്തിയ കപ്പലിന് പരമ്പരാഗത വാട്ടർ കാനൺ സല്യൂട്ടോടെയും നേവൽ ബാൻഡിന്റെ അകമ്പടിയോടെയും ഔദ്യോഗിക സ്വീകരണം നൽകി. കപ്പലിലെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക ഹൈഡ്രോഗ്രാഫിക്, ഓഷ്യനോഗ്രാഫിക് സർവേ സംവിധാനങ്ങളും ഹെലികോപ്റ്റർ ലാൻഡിംഗ് സൗകര്യമുള്ള INS സംശോധക് മികച്ച പ്രവർത്തന വഴക്കം വാഗ്ദാനം ചെയ്യുന്നു. മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി ഈ കപ്പൽ വിന്യസിക്കാനും ആവശ്യമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഷിപ്പായി മാറ്റാനും സാധിക്കും. ഈ കപ്പലിന്റെ വരവ് ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരാനും സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ, സമുദ്ര സുരക്ഷ, തന്ത്രപരമായ സ്വാധീനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിലും മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് INS സംശോധക്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.